കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് രക്ഷകർ തന്നെ ശിക്ഷകരാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കാലത്ത് ആരുടെ കയ്യിൽ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് നാം വിശ്വസിച്ചിരുന്നോ അവരുടെ കയ്യിൽ നാം ഒട്ടും സുരക്ഷിതരല്ലെന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടം. എല്ലാവരും നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാം ഒന്ന് വീഴുമ്പോഴറിയാം ആ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ആരോഗ്യവും സമ്പത്തും മെയ്യഴകുമൊക്കെ ആയിരിക്കുന്നു. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യ സ്നേഹം പതിയെ കുറഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ രക്ഷകർ ശിക്ഷകരായ കാലഘട്ടത്ത്, സ്നേഹിതർ ശത്രുക്കളായ കാലഘട്ടത്തിൽ ബൈബിൾ നമ്മോട് പറയുന്നു, ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ, അവൻ്റെ പേര് യേശു എന്നാണ്. ഒരിക്കലും നമ്മെ പറ്റിക്കാത്ത, നമ്മുടെ വിശ്വാസവഞ്ചന കാണിക്കാത്ത, ഒരു വാക്കുകൊണ്ട് പോലും നമ്മുടെ ഹൃദയത്തെ മുറിക്കാത്ത സ്നേഹിതനും യേശു തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രഗത്ഭനായൊരു ഡോക്ടർ സുഹൃത്തായി ഉണ്ടായിരിക്കാം. നിങ്ങൾ മാരകമായൊരു രോഗവുമായി നിങ്ങളുടെ സുഹൃത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൻ നിങ്ങൾക്ക് ആദ്യമായി നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ നൽകും. ഒരുപാട് മരുന്നുകളൊക്കെ തന്നു നോക്കും. 1-2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ രോഗം ഭേദമായില്ലെങ്കിൽ നിങ്ങളുടെ ആ സുഹൃത്തിന് നിങ്ങളൊരു ബാധ്യതയാണ്. ഒടുവിൽ അവൻ പറയാതെ പറയും, എൻ്റെ മരുന്നുകൾ കൊണ്ട് നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഞാനൊരു സത്യം പറയാം, ലോകത്തിലെ മരുന്നിന് സൗഖ്യം തരാൻ കഴിയാത്ത നിൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിൻ്റെ മാറാത്ത രോഗത്തിൽ നിന്ന് നിനക്കുള്ള ഒരേ ഒരു രക്ഷകൻ യേശു മാത്രമാണ്. തീർന്നില്ല, നിനക്ക് ധാരാളം സുഹൃത്തുക്കൾ നിൻ്റെ സമ്പത്ത് കാലത്തുണ്ടായിരിക്കാം. എന്നാൽ നീ ഒരു കടക്കാരനാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന നാളിൽ നിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കണ്ടാലറിയാത്ത വിധം നിൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. നിനക്ക് സമ്പത്തുണ്ടായിരുന്ന കാലത്ത് നിനക്ക് ആവശ്യമില്ലായിരുന്നിട്ടും നീ കടം ചോദിച്ചപ്പോഴൊക്കെ നിനക്ക് വായിക്കോരി തരാൻ ആളുണ്ടായിരുന്നു. എന്നാൽ നിൻ്റെ കടബാധ്യതയുടെ മധ്യേ നീ നിസ്സഹായനായി നിന്ന് നിൻ്റെ അത്യാവശ്യത്തിന് നിൻ്റെ ഒരുപാട് പ്രിയപ്പെട്ടവരോട് കൈനീട്ടി. ആരും നിന്നെ സഹായിച്ചില്ല. എല്ലാവരും ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കയ്യിലില്ലടാ. അതില്ലാത്തത് കൊണ്ടല്ല, നിനക്ക് തിരികെ കൊടുക്കാൻ കഴിയില്ല എന്ന ഭയം അവരെ വേട്ടയാടുന്നത് കൊണ്ട്. എന്നാൽ യേശു പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. നിൻ്റെ കടഭാരം എൻ്റെ മുൻപിൽ എനിക്ക് നിസ്സാരമാണ്. വെറുമൊരു ഇടയബാലനായിരുന്ന ദാവീദിനെ ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് നിന്നെ ഉറപ്പായും ഒന്നുമില്ലായ്മയുടെ മധ്യയിൽ നിന്ന്, ഈ തകർച്ചയുടെ മധ്യത്തിൽ നിന്ന് നിന്നെ പണിയാൻ എനിക്ക് കഴിയും. നിൻ്റെ കടഭാരം എത്ര വലുതായാലും അത് തീർത്തു തരാൻ കഴിവുള്ളൊരു യേശു നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ യേശു നിൻ്റെ കടഭാരത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള രക്ഷകനാണ്. നിൻ്റെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവനായിരിക്കാം നീ. ഒരുപക്ഷെ ഒരുപാട് കൗൺസിലേഴ്സിനെ കണ്ടിരിക്കാം, ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിരിക്കാം. ഇന്നും ഒരു സ്വസ്ഥതയും സമാധാനവും വരുന്നില്ല. ഒന്ന് യേശുവിൻ്റെ അടുത്തേക്ക് പോയി നോക്ക്. ഒന്ന് അവനോട് സംസാരിച്ച് നോക്കുക. സഖായിയെ പോലെ എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരു സമാധാനമില്ലായിരുന്നു. അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ദിവസം മുതൽ അവനൊരു അനുഗ്രഹമായി മാറുകയായിരുന്നു. അവൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം കടന്നു വരികയായിരുന്നു. അവൻ്റെ ഐഡൻറ്റിറ്റി മാറി. അവനെ അബ്രഹാമിൻ്റെ മകനാക്കി യേശു മാറ്റുകയാണ്. അങ്ങനെയെങ്കിൽ നിന്നെ അബ്രഹാമിൻ്റെ മകനാക്കി മാറ്റി നിൻ്റെ കുടുംബത്തിൽ നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് സമാധാനത്തെ സന്തോഷത്തെ നിറയ്ക്കുവാൻ യേശുവിന് കഴിയും. കാരണം വചനം പറയുന്നു, അവൻ സമാധാന പ്രഭുവാണ്. ജീവിതത്തിൽ ചില തോരാത്ത കണ്ണുനീരുണ്ടാകാം. എന്തിനു വേണ്ടിയെന്ന് നിങ്ങൾക്കറിയാം. ഈ തോരാത്ത കണ്ണുനീരിൻ്റെ പെരുമഴയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ വചനം പറയുന്നു, ഞാൻ നിൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മുൻപ് നിങ്ങൾ കരയുന്നത് വെറുതെയാണ്. അത് വെറും അപമാനം. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പേ കേൾക്കുന്നവർ സങ്കടഭാവമൊക്കെ നടിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കേട്ടവർ തന്നെ പറയും, ഒക്കെ അഹങ്കാരങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന്. എന്നാൽ നിൻ്റെ കണ്ണുനീർ യേശുവിൻ്റെ സന്നിധിയിൽ നീ പകരുമ്പോൾ, നിൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ച് അതിൻ്റെ അളവിനൊത്തവണ്ണം നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യുന്ന രക്ഷകനാണ് യേശു. ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത ഏതെങ്കിലും മേച്ചമായ സ്വഭാവത്തിന് അടിമപ്പെട്ടയാളായിരിക്കാം നീ. അതൊരു പക്ഷേ മദ്യപാനമായിരിക്കാം, മറ്റ് ലഹരികളായിരിക്കാം, അതല്ലെങ്കിൽ വഴിവിട്ട ബന്ധങ്ങളായിരിക്കാം,
സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളായിരിക്കാം. തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ കഴിയുന്നില്ല. യേശു പറയുന്നു, നിൻ്റെ ബന്ധനങ്ങളെ അറുപ്പാൻ അവൻ ശക്തൻ. യേശുവിനെ എതിരിട്ട് വരുന്നൊരു ഭൂതക്രിസ്തനുണ്ട്. അവൻ്റെ ശരീരത്തിൽ എണ്ണമില്ലാത്ത ഭൂതങ്ങളായിരുന്നു. അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതം പറഞ്ഞാൽ തീരുന്നതല്ലായിരുന്നു. എന്നിട്ടും യേശു അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ ബന്ധനങ്ങളെ അറുത്തു. ഈ ദിവസം നിൻ്റെ ബന്ധനങ്ങളെ അറുത്ത് നീ കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രക്ഷകനുണ്ട്. ഒറ്റ കാര്യം, നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ ലോകത്തിൽ പല വസ്തുക്കളെയും രക്ഷാവസ്തുക്കളായി കാണുന്നുണ്ട്. ഒക്കെ എടുത്ത് മാറ്റണം. കർത്താവായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയണം, യേശുവേ, നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ. നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ. നീയല്ലാതെ ഒരു രക്ഷകൻ എനിക്കില്ല. ഞാൻ ഒരുപാട് മനുഷ്യരിൽ ആശ്രയിച്ചു, ഒക്കെ വെറുതെയാണ്. ഇന്നു മുതൽ ഞാൻ ആശ്രയിക്കുന്നത് നിന്നെ മാത്രമാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഇതൊരു പ്രാർത്ഥനയായി വരട്ടെ. കർത്താവായ യേശുവേ, എന്നെ നീ രക്ഷിക്കണമേ. ആമേൻ. ആകാശത്തിൻ്റെ കീഴിലും മനുഷ്യരുടെ ഇടയിലും നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിനല്ലാതെ നിങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കോ ഒരു മനുഷ്യനോ ഒരു അധികാരത്തിനോ ഒരു പദവിക്കോ കഴിയുകയില്ല. നമ്മുടെ രക്ഷകൻ യേശു മാത്രമാണ്. യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലാം. ആ രക്ഷയിൽ നമുക്കും പങ്കാളികളായി തീരാം.